അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഒരു മുസ്ലിം അറിഞ്ഞിരിക്കേണ്ട 3 കാര്യങ്ങളാണ്. ഒന്നാമതായി ഇസ്ലാം കാര്യങ്ങൾ, രണ്ടാമതായി ഈമാൻ കാര്യങ്ങൾ, മൂന്നാമതായി ഇഹ്സാൻ കാര്യങ്ങൾ. ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒരു വിദ്യാർത്ഥിയുടെ രൂപത്തിൽ വളരെയധികം അച്ചടക്കത്തോടെയും ആദരവോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദറത്തിലേക്ക് വരികയും സഹാബാക്കൾ അഥവാ ജനങ്ങൾ എന്താണ് നബിയുടെ അടുത്ത് നിന്ന് ചോദിച്ചു പഠിക്കേണ്ടതെന്ന് പഠിപ്പിക്കാനുള്ള ഉദ്ദേശത്തോടുകൂടി നബിയുടെ ഹദറത്തിലേക്ക് വരികയും ചെയ്തു. എന്നിട്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് 2 മുട്ടുകൾ ചേർത്ത് വെച്ച് വളരെ ആദരവോടുകൂടി ചോദിച്ചു, എന്താണ് പ്രവാചക പങ്കവരെ ഇസ്ലാം എന്നാൽ? ഫഖാല, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഇസ്ലാമു അൻ തശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ റസൂലുള്ളാഹ് വ തുഖീമസ് സ്വലാത്ത വ തുഅ്തിയസ് സകാത്ത വ തസൂമ റമളാന വ തഹജ്ജൽ ബൈത ഇൻ ഇസ്തതഅത ഇലൈഹി സബീലില്ലാഹ്. ആദ്യമായിട്ട് നീ അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവിലുള്ള വിശ്വാസമാണ്, വ അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, അവന്റെ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലുള്ള വിശ്വാസം, പിന്നെയോ വ തുഖീമസ് സ്വലാത്ത, നീ നമസ്കാരം കൃത്യമായി നിർവഹിക്കണം, വ തുഅ്തിസ് സകാത്ത, നിന്റെ സമ്പാദ്യത്തിൽ നിന്നും നീ സകാത്ത്, അതിൻ്റെ അർഹമായ വിഭാഗക്കാർക്ക് നീ അതിൻ്റെ സകാത്ത് ഓഹരി കൊടുക്കണം, പിന്നെയോ റമളാൻ മാസത്തിൽ നീ നോമ്പ് പിടിക്കണം, വ തഹജ്ജദ് ബൈത ഇൻ ഇസ്തതഅത, നിനക്ക് ആരോഗ്യവും ആഫിയത്തും സമ്പത്തും ഉണ്ടെങ്കിൽ നീ നിന്റെ ആയുസ്സത്തിൽ ഒരിക്കൽ പോയി ഹജ്ജ് ചെയ്യുകയും വേണം. ഇതാണ് നേർക്ക് നേരെയുള്ള അർത്ഥം. പിന്നെ ചോദിച്ചു, രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു. ഫഖാല, ചോദിച്ചു എന്താ ചോദിച്ചത്? അൽ ഈമാൻ, എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈമാൻ എന്ന് പറഞ്ഞാൽ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഈമാൻ അൻ തുഅ്മിന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി വൽ യൗമിൽ ആഖിരി വൽ ഖദരി ഖൈരിഹി വ ശർരിഹി മിനല്ലാഹി തആല. അതിൻ്റെ നേരെയുള്ള അർത്ഥം നീ അള്ളാഹുവിൽ വിശ്വസിക്കലാണ്. ഈമാൻ എന്ന് പറഞ്ഞാൽ ആദ്യമായി അള്ളാഹുവിൽ വിശ്വസിക്കണം, പിന്നെ മലായികങ്ങളിൽ വിശ്വസിക്കണം, വ കുതുബിഹി, അവൻ്റെ കിതാബുകളിൽ വിശ്വസിക്കണം, വ റുസുലിഹി, അവൻ്റെ മുർസലീങ്ങളിൽ വിശ്വസിക്കണം, വൽ യൗമിൽ ആഖിർ, അന്ത്യദിനത്തിൽ വിശ്വസിക്കണം, വൽ ഖദരി ഖൈരിഹി വ ശർരിഹി മിനല്ലാഹ്, നല്ലതും ചീത്തയുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ നിന്നാണെന്ന് വിശ്വസിക്കുക. ഇതാണ് ഈ ഈമാൻ, അതിൻ്റെ വാക്കർത്ഥം. ഇനി നോക്കിയേ, ഇനി എന്താണ് ഈമാൻ? അപ്പോൾ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അനുസരണം, ബാഹ്യമായുള്ള ഇസ്ലാമായ അനുസരണമായ 5 കാര്യങ്ങളും, ഉള്ളിൽ വേണ്ട ഈമാനായ വിശ്വാസമായ 6 കാര്യങ്ങളും, പിന്നെയോ ഇഹ്സാൻ എന്ന് പറയുന്ന ഒരു കാര്യം കൂടി ചേർത്ത് 6, 5, 11 കാര്യങ്ങൾ ഉണ്ടായ ഒരാളെയാണ് മുസ്ലിം എന്ന് പറയുക. അതിൻ്റെ ഉൾക്കാമ്പ് ഉണ്ടാവേണ്ടതാണ് ഇഹ്സാൻ. അപ്പോൾ ചോദിച്ചു, അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, എന്താണ് ഇഹ്സാൻ? അപ്പോഴേക്കും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഇഹ്സാനു അൻ തഅബ്ദുല്ലാഹ് കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. അൽ ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ അൻ തഅബ്ദുല്ലാഹ്, നീ അല്ലാഹുവിലെ ഇബാദത്ത് ചെയ്യലാണ്, അല്ലാഹുവിലെ നീ വിശ്വാസമർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന് നീ വഴിപ്പെടലാണ്. കഅന്നക തറാഹു, നീ അള്ളാഹുവിനെ കാണുന്നത് പോലെ നീ ഇബാദത്ത് ചെയ്യലാണ്. ഫഇൻ ലം തകുൻ തറാഹു, ഇനി നിനക്ക് അവനെ കാണാൻ കഴിയുന്നില്ലെങ്കിലോ ഫഇന്നഹു യറാക്, നീ എന്നെ അവൻ കാണുന്നുണ്ടെന്നുള്ള ചിന്തയോടുകൂടി നമസ്കരിക്കലാണ്. ഈ കാര്യങ്ങളൊക്കെ പൂർണ്ണമായ ഒരാളെയാണ് നമ്മൾ മുസ്ലിം എന്ന് പറയുന്നത്. അപ്പോൾ ഇസ്ലാം എന്ന അനുസരണമായ 5 കാര്യങ്ങൾ ബാഹ്യമായി പുലർത്തുകയും ഈമാൻ എന്ന 6 കാര്യങ്ങൾ ഉള്ളിൽ അവൻ്റെ വിശ്വാസം പുലർത്തുകയും ഇഹ്സാൻ എന്നുള്ള അവൻ്റെ ദൃഢപ്രതിജ്ഞ അള്ളാഹു കാണുന്നുള്ള വിശ്വാസം പൂർണ്ണമായ ഒരാളെയാണ് മുഅ്മിനെന്നും മുത്തഖി എന്നും പറയുന്നത്. ഞാനത് വിവരിക്കാം. ഇസ്ലാം കാര്യങ്ങളിൽ നമ്മൾ ഒന്നാമതായി പറഞ്ഞു, അൻ തശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, ശിർക്കൊഴികെ അല്ലാഹു എല്ലാ കാര്യങ്ങളും പുറത്തു കൊടുക്കും. അപ്പോൾ ഒരു മനുഷ്യൻ മുസ്ലിം ആവണമെങ്കിൽ അവൻ ആദ്യം വിശ്വസിക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ വേറൊരു ഇലാഹില്ല.
അതേപോലെ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവന്റെ ദൂതരും അന്ത്യപ്രവാചകനുമാണെന്ന് വിശ്വസിക്കണം. ഇനി വിശ്വസിച്ചാൽ മാത്രം പോരാ, രണ്ടാമത് പറയുന്നു തുഖീമസ്സലാത്ത, അള്ളാഹുവിന് നീ ഓർക്കുന്നത് അവനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ്. അവന്റെ പ്രവർത്തികൾ അവനോടടുക്കുന്നത് ഏറ്റവും ഉത്തമമായ പ്രവൃത്തി അത് നമസ്കാരമാണ്. അതുകൊണ്ട് നീ 5 നേരം കൃത്യമായി നമസ്കരിക്കുക. വതൂതി സകാത്ത, നീ നിന്റെ ഓഹരിയിൽ നിന്നും അള്ളാഹു നിനക്ക് തന്ന നിയമത്തിൽ നിന്നും അതിനർഹമായ പാവപ്പെട്ടവർക്ക് നീ അതിന്റെ ഓഹരി നിർബന്ധമായ കാര്യം സകാത്ത് കൊടുക്കലാണ്. പിന്നെയോ വതസൂമ റമളാന, നിന്റെ ഹൃദയങ്ങളെ നീ ജീവിപ്പിക്കാൻ, നിന്റെ മലീമസമായ ഹൃദയങ്ങളിലുള്ള അതിന്റെ എല്ലാവിധ കറകളും മാറാൻ അള്ളാഹു കൊല്ലത്തിൽ 1 മാസം റമളാൻ മാസം നീ നോമ്പ് പിടിക്കലാണ്. പിന്നെയോ വതഹജ്ജൽ ബൈത്തിൻ ഇസ്തിതാഅതും ഇലൈഹി, എന്ത് ചെയ്യുക, നിനക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല സമ്പത്തും ആരോഗ്യം തന്നിട്ടുണ്ട്. അതിനൊക്കെയുള്ളപ്പോൾ നീ എന്ത് ചെയ്യുക, മസ്ജിദുൽ ഹറമിലേക്ക് പോയി ഹജ്ജ് ചെയ്യുകയാണ്. ഇതാണ് അനുസരണം, അതാണ് ഇസ്ലാം കാര്യങ്ങൾ. പുറമെ ഒരു മനുഷ്യൻ അനുസരിക്കുക. രണ്ടാമത് നമ്മൾ പറഞ്ഞു അൽ ഈമാൻ. ഈമാൻ എന്ന് പറഞ്ഞാൽ അൻതുഅ്മിന ബില്ലാഹ്, അള്ളാഹുവിലുള്ള വിശ്വാസമാണ്. എന്താ അള്ളാഹുവിലുള്ള വിശ്വാസം? അള്ളാഹു ഉണ്ടെന്ന് വിശ്വസിക്കുക. ആദ്യമായി നീ നിന്റെ സ്വന്തം ശരീരത്തെയും ഈ ആലമിനെയും ഈ ലോകത്തെ കണ്ടുകൊണ്ട് ഇതാരാ ഒരാൾ പലച്ചതാണ്, അതിന്റെ റബ്ബാണെന്ന് വിശ്വസിക്കുക. അവനവനെ എങ്ങനെയാണോ അള്ളാഹുവിനെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ആ തരത്തിലായിരിക്കും അള്ളാഹു എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നീ അള്ളാഹുവിന്റെ കുദറത്തുകളിലേക്കും അള്ളാഹു നിനക്കുന്ന നിയമത്തുകളിലേക്കും വെച്ച് അള്ളാഹുവിനെ അറിയുക. അതിനുള്ള വിജ്ഞാനങ്ങൾ പഠിക്കുക. ഈ ലോകം മുഴുവൻ നീ ചിന്തിക്കുക. ചിന്തിച്ചുകൊണ്ട് അള്ളാഹുവായിട്ട് നീ എന്ത് ചെയ്യുക, കൂടുതൽ അടുക്കുക. അതാണ് തുഅ്മിനു ബില്ലാഹി എന്ന് പറയുക. ഒരാളുടെ വിശ്വാസം വേണേ അയാളെ പറ്റി കൂടുതൽ അറിയണ്ടേ, അപ്പോൾ നീ നിനക്ക് കഴിയുന്ന രീതിയിൽ അറിയുക. അത് പാട്ടും കുട്ടിയിലും ഉണ്ടാവും, അതേപോലെ ചെറിയ പൂച്ചയിലും ഉണ്ടാവും. ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല കിതാബിൽ മാത്രമല്ല ഇൽമ് ഇങ്ങനെ വിരിച്ചു വെച്ചിരിക്കുകയാണെന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. രണ്ടാമത്തെ വിഭാഗം മലായികതിഹി, മലക്കുകളുണ്ടെന്നും 10 മലക്കുകളുടെ പേര് പഠിക്കുക മാത്രമല്ല, എന്തുകൊണ്ടാണ് അള്ളാഹു മലക്കുകളിൽ വിശ്വസിക്കണമെന്ന് പറഞ്ഞത്? കാരണം അത്യുന്നത സഭയാണ് മലായികീങ്ങൾ, അള്ളാഹുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾക്കാർ. അപ്പോൾ അവർ എന്തുകൊണ്ടാണ് അള്ളാഹുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കാൻ കാര്യം? അത് അള്ളാഹു അവർക്ക് ഒരുപാട് ഉന്നതമായ ഗുണങ്ങൾ നൽകിയിട്ടുള്ളതുകൊണ്ടാണ്. മലക്കാനിയത്തായ നല്ല ഗുണങ്ങൾ, അതായത് അവർ എപ്പോഴും അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് തിന്മ ചെയ്യാൻ നന്മയിലൂട്ടപ്പെട്ടവരാണവർ. അപ്പോൾ മലായികീങ്ങളെ കൊണ്ട് വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ നീ അവരുടെ സ്വഭാവങ്ങളൊക്കെ നിന്റെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് നീ അവരെ പോലെ അള്ളാഹുവിന്റെ ഉന്നതമായ ആ ഒരു സ്ഥാനത്തേക്ക് ഉയരാൻ വേണ്ടിയാണ് മലായികീങ്ങളെ കൊണ്ട് വിശ്വസിക്കുക എന്നുള്ളത്. അല്ലാതെ അവരാണല്ല, ഒരു പെണ്ണല്ല എന്നുള്ള വിശ്വാസമൊക്കെ അതായിക്കോട്ടെ, പക്ഷെ അതിൻ്റെ ഒപ്പം തന്നെ എന്ത് ചെയ്യുക, അവർക്കുള്ള നന്മകൾ, അവർ തെറ്റ് ചെയ്യാത്തതുപോലെ, അവർ എപ്പോഴും അള്ളാഹുവിനെ സ്മരിക്കുന്ന പോലെ നമ്മളും സ്മരിക്കാൻ വേണ്ടിയാണ് അള്ളാഹു അവരെ ചൂണ്ടിക്കാണിച്ച് നമുക്കൊരു മാതൃകയാക്കി തന്നതാണ് മലായികത്തുൽ മുഖറബീനായ മലായികീങ്ങൾ മുഴുവൻ. പിന്നെ വകുതുബിഹി, അവന്റെ കിതാബുകളെ കൊണ്ടുള്ള വിശ്വാസം. അത് അവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കിതാബാണ് ഫുർഖാൻ അഥവാ ഖുർആൻ. അതിനു മുമ്പും വേദഗ്രന്ഥങ്ങൾ ഇറക്കപ്പെട്ടിട്ടുണ്ട്, സബൂർ, തൗറാത്ത്, ഇഞ്ചീൽ. അപ്പോൾ അതിലൊക്കെ കാലഹരണപ്പെട്ടുപോയി. ഈ നൂറ്റാണ്ടിൽ അവസാന പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവതരിച്ചതോടുകൂടി ഫുർഖാൻ അഥവാ ഖുർആനാണ്. എന്തിനാണ് കിതാബുകളെ കൊണ്ട് വിശ്വാസം? അല്ലേ, നമുക്കിപ്പോൾ ഒരാളെ പറ്റി അറിയണമെങ്കിൽ, അല്ലെ ഒരു കാര്യത്തിനെ പറ്റി സംശയം വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു വീടിന്റെ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും വസ്തുവിന്റെ എന്തെങ്കിലും രേഖകൾ നോക്കും. ആ രേഖകൾ നോക്കിയിട്ട് നമ്മൾ പറയുന്നത് ഇന്ന പോലെയാണ് കാര്യങ്ങളാണ് എന്ന് പറഞ്ഞ പോലെ ദീനിന് നിനക്ക് എന്തെങ്കിലും സംശയം വന്നു കഴിഞ്ഞാൽ അത് നോക്കാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തത്? ഖുർആൻ ഇവിടെ അവതരിപ്പിച്ചത്. അപ്പോൾ അത് പഠിക്കണം. അത് പഠിച്ചുകൊണ്ട് അതിന്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് അത് ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് അള്ളാഹുവായിട്ട് അടുക്കണം. പിന്നെയോ റുസുലിഹിയും മുർസലീങ്ങളെ പറ്റിയുള്ള വിശ്വാസം. മുർസലീങ്ങൾ എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ അമ്പിയാക്കളാണ്. അവരെ പറ്റിയൊക്കെ പഠിക്കുക എന്ന് പറയുമ്പോൾ എന്തിനാണ്? അവർ ദീനീ പ്രബോധനം ചെയ്ത പോലെ നമ്മൾ ദീനീ പ്രബോധനം ചെയ്യുക. അവർ സൂക്ഷ്മതയോടുകൂടി ജീവിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഉന്നതമായ സഭകളിൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ അവരുടെ ജീവിതത്തിൽ അവർ ജീവിച്ച മാതൃകകൾ പിൻപറ്റുക. അല്ലാതെ അവർ ചെയ്ത അത്ഭുതങ്ങൾ കൊണ്ട് നമ്മൾ അതിനകത്ത് അതുകൊണ്ട് അവർ ചെയ്ത അത്ഭുതങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുമായിട്ട് അടുക്കുന്നതിന് പകരം അവർ ചെയ്ത അത്ഭുതങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതം വരികയും പിന്നീട് നമ്മളത് മറന്നു കളയുകയും ചെയ്താൽ നമുക്ക് എന്താണ് അവരുടെ ജീവിതത്തിൽ നിന്ന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞത്? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവരെങ്ങനെയാണോ ജീവിച്ചത്, അവർ വിഷമങ്ങളും പ്രയാസങ്ങളും വന്നപ്പോൾ അള്ളാഹുവിന്റെ ഖദറിൽ വിശ്വസിച്ചു. ഇത് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള അവർ ക്ഷമ അവലംബിച്ചു. അപ്പോൾ അവരുടെ ജീവിതം നമുക്ക് ക്ഷമ കൈക്കൊള്ളാം. അവരതേപോലെ അവരെങ്ങനെയാണ് അള്ളാഹുവായിട്ട് ഇബാദത്ത് ചെയ്തത്, അത് നമുക്കൊരു മാതൃകയായിക്കൊണ്ട് ഇബാദാക്കുക. അതേപോലെ മുർസലീങ്ങൾ, ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാത പിൻപറ്റുമ്പോൾ പ്രത്യേകമായ റസൂലുള്ളാഹിക്ക് ആക്കിയത് ഒഴികെ
ബാക്കിയുള്ള മുഴുവൻ കാര്യങ്ങളും ബാക്കിയുള്ള മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകൾക്കും പിന്തുടരാൻ കഴിയുന്നതാണ്. അത് അവനവന് പറ്റുന്ന രീതിയിലൊക്കെ ചെയ്യുക. നമസ്കാരമാണെങ്കിൽ അവനവന് പറ്റുന്ന രീതിയിലൊക്കെ സ്വലാത്തുകളും സുന്നത്തുകളും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്ത് അള്ളാഹുവായിട്ട് ഏറ്റവും കൂടുതൽ അടുക്കാൻ ശ്രമിക്കുക. പിന്നെയോ വൽയൗമിൽ ആഖിർ, എന്തിനാ അന്ത്യദിനത്തെ കൊണ്ട് വിശ്വാസം? എന്നെങ്കിലും ഒരു ദിവസം ഈ ദുനിയാവ് അവസാനിക്കുമെന്ന് വിശ്വസിച്ചിട്ട് കാര്യമില്ലല്ലോ. അതായത് ഈ ദുനിയാവ് അവസാനിക്കാൻ പോവുകയാണെന്നും പിന്നെയോ ഞാൻ എൻ്റെ റബ്ബിനെ കണ്ടുമുട്ടാൻ പോവുകയാണ്. ലോകം അവസാനിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടതാണ്. അങ്ങനെ കണ്ടുമുട്ടുമ്പോൾ അവൻ എന്നോട് ചോദ്യം ചെയ്യപ്പെടും, നീ എങ്ങനെ ജീവിച്ചു, നിന്റെ സമയം എങ്ങനെ നീ ചെലവഴിച്ചു, നിനക്ക് ഞാൻ തന്ന സ്വത്ത് എങ്ങനെ ചെലവഴിച്ചു, നീ നിന്റെ മക്കളെ എങ്ങനെ വളർത്തി, നീ നിന്റെ വീട് എങ്ങനെ കൈകാര്യം ചെയ്തു, നീ നിന്റെ ആയുസ് എങ്ങനെ ഉപയോഗിച്ചു എന്നെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിക്കുമെന്നും ആ ചോദിക്കുന്നത് അവസാന നാളിന് ശേഷമാണെന്നുള്ള ചിന്ത ഒരു മനുഷ്യനിലേക്ക് വന്നാൽ അവൻ്റെ ജീവിതം ഓരോ ദിവസവും രാത്രി കിടന്നുറങ്ങാൻ നേരം അവൻ ക്രോഡീകരിക്കും. എങ്ങനെയാണ് അവൻ ജീവിച്ചത്, ഇന്നത്തെ ദിവസം ഞാൻ എന്ത് ചെയ്തു, ഇന്നത്തെ ദിവസം ഞാൻ ദീനുൽ ഇസ്ലാമിന് വേണ്ടി എന്ത് ചെയ്തു, ഇന്ന് ഞാൻ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്തു, ഇന്ന് എന്തൊക്കെ തെറ്റാണ് എൻ്റെ കയ്യിൽ നിന്ന് വന്നു പോയത് എന്നൊക്കെ അവൻ ആലോചിച്ച് അവൻ പശ്ചാത്തപിക്കണം. പിന്നെയോ അവൻ പശ്ചാത്തപിച്ചുകൊണ്ട് പിന്നെ അവൻ ആ തെറ്റിലേക്ക് മടങ്ങാതിരിക്കുക. അതേപോലെ അവൻ്റെ ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കുക. ഞാൻ ഇതിനെല്ലാം അള്ളാഹുവിനോട് കണക്ക് പറയേണ്ടതാണല്ലോ. അതാണ് വൽ യൗമിൽ ആഖിർ, അന്ത്യദിനത്തെ കൊണ്ടുള്ള വിശ്വാസം എന്ന് ഉദ്ദേശിച്ചത്. പിന്നെയോ വൽ ഖദരിഹി ഖൈരിഹി ശർരിഹി മിനല്ലാഹി തആല, അള്ളാഹു സുബ്ഹാനഹു വ തആല ആണ് ഈ ലോകത്ത് എന്തെല്ലാം കാര്യങ്ങൾ നടക്കണമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നേരത്തെ എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നാൽ, എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നാൽ അത് അള്ളാഹു സുബ്ഹാനഹു വ തആലാന്റെ ഇഷ്ടത്തോടെയല്ലേ വന്നത്. അപ്പോൾ അതിനകത്ത് ക്ഷമ അവലംബിക്കുക. നമുക്ക് എന്തെങ്കിലും അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് നിഅമത്ത് ലഭിച്ചാൽ അള്ളാഹുവിന് ശുക്ർ ചെയ്യുക. അപ്പോൾ എന്ത് നല്ല കാര്യങ്ങൾ വന്നാലും എന്ത് പ്രയാസമുള്ള കാര്യങ്ങൾ വന്നാലും അതിന് അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് ഇതെല്ലാം അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് വന്നതാണെന്നുകൊണ്ട് കരുതിക്കൊണ്ട് അള്ളാഹുവിൽ പരാതിപ്പെടാതെയും അള്ളാഹുവിൻ്റെ തൃപ്തി കാംക്ഷിച്ചുകൊണ്ട് ക്ഷമ അവലംബിക്കുകയും ചെയ്യുക. ഇത്രയുമാണ് ഈമാൻ കാര്യങ്ങളും. ഇപ്പം ഇസ്ലാം എന്ന അനുസരണ 5ഉം ഈമാൻ എന്നുള്ള ഈ വിശ്വാസം 6 ചേർന്ന് 11 കാര്യങ്ങൾ ഒരാൾ വിശ്വസിച്ചാൽ അവന് മുഅ്മിനെന്നും മുസ്ലിം എന്നും പറയും. പിന്നെ ഏറ്റവും അവസാനത്തെ കാര്യം, ഇതിൻ്റെയൊക്കെ ഒരു ലാഹിറും ബാത്തിനുമായ കാര്യങ്ങളുടെ ഒരു കോയിൻ എടുത്ത് നമ്മൾ പിടിച്ചാൽ, ഒരു കയ്യിൽ പിടിച്ചാൽ അതിൻ്റെ പുറം വശം കാണുന്നതാണ് ഇസ്ലാമും ഈമാനും. എന്നാൽ അതിൻ്റെ പുറത്തൊരു വശമുണ്ടല്ലോ, അതിൻ്റെ പുറകിലൊരു വശമുണ്ടല്ലോ, അതാണ് ഹിസാൻ. അപ്പോൾ ഇതെല്ലാം ക്ലിയറായ ഒരു മനുഷ്യൻ, ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തൊരു മനുഷ്യൻ അവൻ നമസ്കാരത്തിൽ നിൽക്കുമ്പോൾ അവൻ അള്ളാഹുവിനെ കാണുന്ന പോലെ നമസ്കരിക്കണം എന്ന് പറഞ്ഞു. അതാണ് എന്താണ് അൽ ഇഹ്സാൻ അൻ തഅബുദല്ലാഹ്, നീ അള്ളാഹുവിനെ കാണുന്ന പോലെ നമസ്കരിക്കുക. എങ്ങനെ? കഅന്നക തറാഹു, നീ അള്ളാഹുവിനെ കാണുന്നത് പോലെ. ഫഇൻ ലം തകുൻ തറാഹു, നീ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലോ ഫഇന്നഹു യറാക്, അള്ളാഹു നിന്നെ കാണുന്ന ചിന്തയോടുകൂടി. നമ്മൾ അങ്ങനെയല്ലേ, നമ്മളൊരു സ്ഥലത്ത് ജോലി ചെയ്യുമ്പോൾ നമ്മുടെ യജമാനൻ നമ്മളെ നോക്കുകയാണെങ്കിൽ, നമ്മൾ ആ യജമാനനെ കാണുകയാണെങ്കിൽ വളരെയധികം വ്യക്തതയോടുകൂടിയും ശ്രദ്ധയോടുകൂടിയും സൂക്ഷ്മതയോടുകൂടിയും ഒരു കാര്യം നമ്മൾ ചെയ്യും. അതേസമയം യജമാനൻ സ്ഥലത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ജോലി ചെയ്യുന്നതിൻ്റെ ഉള്ള എത്രത്തോളം ശുഷ്കാന്തി ഉണ്ടാകും. അതുപോലെ തന്നെ ഒരാൾ നമസ്കാരത്തിൽ കയറിയാൽ അവൻ എത്രത്തോളം അള്ളാഹുവിനെ കാണുന്നു എന്നുള്ള ചിന്തയോടുകൂടി നമസ്കരിക്കുമ്പോൾ അവൻ അത്രത്തോളം അതിനകത്ത് ഭയഭക്തി ഉണ്ടാകും. അങ്ങനെ ഭയഭക്തിയുള്ള നമസ്കാരമാണ് അള്ളാഹുവിന് ഇഷ്ടമുള്ളതും. അപ്പോൾ ഇത് ഉണ്ടായിത്തീരുന്ന എങ്ങനെയാണ്? മേളിൽ വിവരിച്ച മലക്കാനിയത്തായ സ്വഭാവങ്ങൾ വർദ്ധിക്കലോടുകൂടിയാണ് ഈ ഹിസാൻ എന്നുള്ള കാര്യങ്ങൾ പൂർണ്ണതയിലേക്ക് എത്തിക്കുക. ഈ 3 കാര്യങ്ങളാണ് ഒരു മുസ്ലിമായ ഒരാൾ അറിഞ്ഞിരിക്കേണ്ടതും ജീവിതത്തിൽ വരുത്തേണ്ടതും. അള്ളാഹു നമുക്ക് ഇങ്ങനെയൊക്കെ ജീവിച്ച് മരണപ്പെട്ടു പോയ മുത്തഖീങ്ങളിലും മുഅ്മിനാത്തുകളിലും അള്ളാഹു നമ്മളെയും നമ്മുടെ വരും തലമുറകളെയും നമ്മളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആൾക്കാരെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വഅലിഹി വസ്സഹബിഹി വസല്ലം. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസ്സലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.